ഫഹദ് ഫാസിലും വടിവേലുവും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന തമിഴ് ചിത്രം മാരീഷൻ ജൂലൈ 25-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ. വേലൻ, ദയ എന്നീ കഥാപാത്രങ്ങളായാണ് വടിവേലുവും ഫഹദ് ഫാസിലും ചിത്രത്തിലെത്തുന്നത്. വേലന്റെയും ദയയുടെയും യാത്ര ജൂലൈ 25-ന് തുടങ്ങും. ഇതുപോലൊരു റോഡ് ട്രിപ്പ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടുകാണില്ല എന്ന ക്യാപ്ഷനോടെയാണ് ഫഹദ് ഫാസിലും മറ്റ് അണിയറ പ്രവർത്തകരും റിലീസ് ഡേറ്റ് പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മാരീഷൻ റോഡ് കോമഡി വിഭാഗത്തിൽ കഥ പറയുന്ന സിനിമയായിരിക്കും. സോഷ്യൽ മീഡിയ താരം ഹനാൻ അഭിനയ രംഗത്തേക്കും. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഹനാൻ ഷാ അഭിനയിക്കും. കാട്ടാളന്റെ വേട്ടയ്ക്കിനി ഹനാൻ എന്ന ടാഗ് ലൈനുമായി പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. ഹിന്ദി താരം രൺവീർ സിംഗ് നായകനാകുന്ന ചിത്രം ധുരന്ധറിന്റെ ടീസർ പുറത്ത്. രൺവീറിന്റെ ജന്മദിനത്തിലാണ് അണിയറ പ്രവർത്തകർ ടീസർ പുറത്തിറക്കിയത്. ആദിത്യ ധർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണുള്ളത്. മാധവൻ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, അക്ഷൻ ഖന്ന, സണ്ണി ഡിയോൾ എന്നിവർ ചിത്രത്തിലുണ്ട്. ബാലതാരമായി സിനിമയിലെത്തിയ സാറ അർജുനാണ് ചിത്രത്തിൽ നായിക. അനിൽ വി നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്തിറങ്ങി. MK അർജുനൻ മാസ്റ്ററുടെ ഈണത്തിൽ രവിശങ്കറും സോണിയ ആമോദുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. വിശാരത് ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തുവിട്ടത്. അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത വസന്തത്തിൽ കണ്ണൽ വഴികളിൽ എന്ന മലയാള ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് വീരവണക്കം. റിതേഷ്, രമേശ് പിഷാരടി, സുരഭി ലക്ഷ്മി, പ്രേംകുമാർ, അരിസ്റ്റോ സുരേഷ്, സിദ്ദീഖ്, ആദർശ്, ഭീമൻ രഘു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന അഭിനയ രംഗത്തേക്ക്. നവാഗത സംവിധായകൻ ലോഗൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുരേഷ് റെയ്ന നടനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഡ്രീം നൈറ്റ് സ്റ്റോറി നിർമ്മിക്കുന്ന ചിത്രം ക്രിക്കറ്റ് ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കാമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. ഒക്ടോബറോടെ ചിത്രത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കും. വിവാദങ്ങൾക്കിടയിലും ആഗോള റിലീസിൽ വിജയം നേടി സർദാർജി 3. ദിൽജിത്ത് ദോസഞ്ചറിന്റെ ഹൊറർ കോമഡി ചിത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ വിദേശത്ത് 33.60 കോടി രൂപയാണ് നേടിയത്. പാകിസ്ഥാനി താരം ഹാനിയ അമീർ നായികയായി എത്തുന്നുവെന്ന കാരണത്താൽ ചിത്രം ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നില്ല. ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ വിഷ്ണു മഞ്ജു നായകനായ തെലുങ്ക് ചിത്രം കണ്ണപ്പ. 150 കോടിയിലേറെ അധികം ചെലവാക്കിയ ചിത്രം ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് 40.50 കോടി മാത്രം. തെലുങ്കിൽ നിന്നും 25 കോടിയും തമിഴിൽ നിന്നും 1.83 കോടിയും കേരളത്തിൽ നിന്നും 80 ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയത്. ആസിഫ് അലി നായകനാകുന്ന പുതിയ ചിത്രം ടിക്കി ടാക്കയിലെ നസ്ലിന്റെ കഥാപാത്രത്തിന്റെ സൂചന നൽകി സംവിധായകൻ രോഹിത് VS. കയ്യിൽ തോക്കുമായി കടൽത്തീരത്ത് നിൽക്കുന്ന നസ്ലിന്റെ ചിത്രമാണ് സംവിധായകൻ പുറത്തുവിട്ടത്. നഷ്ടങ്ങൾ അവന്റെ കയ്യിൽ ഒരു തോക്ക് നൽകി, സ്നേഹം അവനൊരു പുരുഷനാക്കി എന്ന അടിക്കുറിപ്പോടെയാണ് രോഹിത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലീസ്, കള എന്നീ സിനിമകൾക്ക് ശേഷം രോഹിത് VS സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ടിക്കി ടാക്ക. ഹരിശ്രീ അശോകൻ, ലുക്മാൻ അവറാൻ, വാമിക ഗബ്ബി, സഞ്ജന നടരാജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സൈജു കുറുപ്പ് നായകനായി പുതിയ ചിത്രം ഫ്ലാസ്കിന്റെ ട്രെയിലർ പുറത്ത്. PSO ജ്യോതിക കുമാർ എന്ന വേഷത്തിലാണ് സൈജു കുറുപ്പ് ചിത്രത്തിലെത്തുന്നത്. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് കൃഷ്ണ, സിദ്ധാർത്ഥ് ഭരതൻ, അശ്വതി ശ്രീകാന്ത്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ.